പോലും പറയണ്ട. വേണ്ട, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ചുള്ള ജീവിതം എനിക്ക് മടുത്ത. എനിക്ക് എന്റെ പൊന്നെ, നീ ഇങ്ങനെ പിണങ്ങി പോകാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ട്? എന്താ പ്രശ്നം പറ. ഒന്നും ഉണ്ടായില്ലേ? ഈ ന്യൂ ഇയറിന് നിങ്ങൾ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തല്ലേ നിങ്ങൾ ഇനി മേലെ ചീട്ട് കളിക്കത്തില്ലെന്ന്. എന്നിട്ട് നിങ്ങൾ ആ വാക്ക് പാലിച്ചോ? എടി, ന്യൂ ഇയർ എന്ന് വെച്ചാൽ എന്തോന്നാ? ഞങ്ങളെ പോലെയുള്ള ഭർത്താക്കന്മാർക്ക് അത് ചെയ്യില്ല ഇത് ചെയ്യില്ല സത്യം ചെയ്യാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസം. ദൈവമേ, ഈ ന്യൂ ഇയറിന് നിങ്ങൾ എന്റെ തലയെ തൊട്ടാ സത്യം ചെയ്ത എന്റെ തല അങ്ങാണ് പൊട്ടിപ്പോയി. ഞാൻ എന്തോ ഈ മനുഷ്യ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കണ്ടേ? എടി, അങ്ങനെയാണെങ്കിൽ ലോകത്ത് 90% ഭാര്യമാർക്ക് തലയെ ഉണ്ടാവത്തില്ല. നീ അത് വിട്. നിങ്ങളോട് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാൻഡപ്പ് വിളിക്കണോ? കളിച്ചേ പറ്റൂ. വൃത്തികെട്ട ഈ ചീട്ട് കളിയെ നമുക്ക് എല്ലാം നഷ്ടം ഉണ്ടാക്കിയത്. എടി, എനിക്കറിയാം ഈ നഷ്ടമൊക്കെ ഉണ്ടായത് ഇത് കാരണമാണെന്ന്. അത് തിരിച്ചു പിടിക്കാനല്ലേ ഞാൻ വീണ്ടും വീണ്ടും കളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ ദൈവമേ, കഴിഞ്ഞ 2 വർഷം ചീട്ട് കളിച്ച് തോറ്റപ്പോൾ നിങ്ങൾ ഇത് തന്നെ എന്റെ അടുത്ത് പറഞ്ഞത്. ആ കളിച്ച് കളഞ്ഞ കാശ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, നമുക്കൊരു ബെൻസ് കാർ വാങ്ങിക്കായിരുന്നു. അറിയാവോ? നിന്റെ അച്ഛന് ചീട്ട് കളിക്കറിയാം? ആ, എന്റെ അച്ഛൻ ഇപ്പൊ ചീട്ട് കളിക്കത്തില്ലെന്ന് പറയുമ്പോ നിങ്ങൾ പറയും എന്നാ ആ കാറിന്റെ കീ ഇങ്ങ് എടുത്തോണ്ട് വരാൻ. ഈ മാട്ട കോമഡി ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉള്ള കോമഡി ഷോ മൊത്തം കണ്ടിട്ട് എനിക്കൊന്നും അടിക്കാനും പറ്റൂല. നിങ്ങളുടെ കൂട്ടുകാരന്മാരാ നിങ്ങളെ നശിപ്പിക്കുന്നത്. എടി, അവരെ വീട്ടിൽ പറഞ്ഞ് ഞാനാണ് അവരെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ധാരണയിലെത്തണം. ഞങ്ങൾക്കിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെയാണ് സംസാരിച്ച് നിങ്ങളൊന്ന് ക്ലിയർ ആക്കണം സാർ. എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ എത്ര നാൾ കൊണ്ട് നിങ്ങളോട് പറയും ഒന്ന് നന്നാവാൻ, ഒന്ന് നന്നായിക്കൂടെ? എടി, എനിക്ക് നന്നാവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞാൻ നന്നായാൽ എന്റെ അമ്മയ്ക്ക് ഈഗോ അടിക്കും. സ്വന്തം മക്കൾ നന്നാവുന്നതിന് ഈ ലോകത്ത് ഏതെങ്കിലും അമ്മമാർക്ക് ഈഗോ ഉണ്ടോ മനുഷ്യ? എടി, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷമായി. 32 വർഷമായിട്ട് എന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞ നന്നാവാൻ. അപ്പൊ ഇന്നലെ കയറി വന്ന നീ നന്നാവാൻ പറഞ്ഞിട്ട് ഞാൻ നന്നായ എന്റെ അമ്മയ്ക്ക് ഈഗോ അടിക്കോ ഇല്ലേ? അടിക്കോ? നിങ്ങൾ നന്നാവിയല്ല, നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ നന്നാവത്തില്ല. നീ ഇങ്ങനെ പിണങ്ങി പോവാതെ പൊന്നെ. ഞാൻ പോവും, വേണമെങ്കിൽ പോവും ഞാൻ. ഓക്കോ? അല്ലെങ്കിലും എന്റെ ജീവിതം പണ്ട് ഒറ്റയ്ക്കായിരുന്നു. കല്യാണത്തിന് മുമ്പും ഇപ്പോഴും എല്ലാം. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ 6 അടി മണ്ണ് അതിൽ തീരുവല്ല. അയ്യോ, പാതിരാത്രി 12 മണിക്ക് ഇവിടെ പറമ്പിൽ കിടന്ന സെന്റിമെന്റ്സ് അടിക്കാതെ വീട്ടിൽ കയറി പോ മനുഷ്യ. ഞാൻ എന്റെ വീട്ടിൽ പോകണം. എടി, അങ്ങോട്ട് പോകരുത്, അവിടെ പ്രേതമുണ്ടെന്ന്. അയ്യോ, കഴിഞ്ഞ 2 കൊല്ലമായി ഞാൻ ഒരു പ്രേതത്തിന്റെ കൂടെ താമസിക്കുന്നേ. എനിക്ക് ഒരു കുഴപ്പമില്ല. ബോഡി ഷെയ്മിങ് ചെയ്തല്ലടി. ഇതിനുള്ളത് നിനക്ക് യൂട്യൂബിന്റെ താഴെ കിട്ടൂടി. എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ കിട്ടാതിരിക്കുന്നല്ല നിങ്ങൾ ഈ പറയുന്നത്. ഇതോടെ ഞാൻ അങ്ങ് സഹിച്ചു. എന്നെ പോവരുത്. ഞാൻ പോവും. അപ്പൊ പോവാൻ തീരുമാനിച്ചു? ഞാൻ പോവാൻ തീരുമാനിച്ചു. എന്റെ പുറകെ വരരുത്. എന്റെ പുറകെ നടക്കാനല്ല, എനിക്ക് നിന്റെ ഒപ്പം നടക്കാൻ ഇഷ്ടം. നിങ്ങൾ എനിക്ക് ഒപ്പം നടക്കാനല്ല, എനിക്ക് നിങ്ങൾ നഗർന്ന് നടക്കാനാണ് എനിക്ക് ഇഷ്ടം. ഈ ചീട്ടുകളി ഞാനായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല. പണ്ട് തൊട്ടേ ഉള്ള സാധനമാണ് ഈ ചീട്ടുകളി. അന്ന് പലതും പണയം വെച്ച് കളിച്ചോണ്ടിരുന്നത് ഇതിനെ പറഞ്ഞോണ്ടിരുന്നത് ചൂതാട്ടം എന്നാണ്. അതൊക്കെ അറിയാമോ? എന്റെ ദൈവമേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ട് മഹാഭാരതം തുറന്നങ്ങ് പിടിച്ചാൽ മതിയല്ലോ. പോയി പല പണി നോക്ക് മനുഷ്യ. പോയിട്ട് അപ്പൊ നീ പോകാൻ തീരുമാനിച്ചു? നീ പോകുന്നതിന് മുമ്പ് എന്റെ വിശ്വസ്തനായ എന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തനുണ്ട്. അവനെ ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. എന്റെ വിശ്വസ്ത. ഹലോ ഹലോ, കൺട്രാക്കേ. ആന്റണി എവിടാ? ഞാൻ വീട്ടിലുണ്ട്. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, അങ്ങോട്ട് കേട്ടാ മതി. എത്രയും പെട്ടെന്ന് വീട്ടിന്റെ പുറകുള്ള പറമ്പിലോട്ട് പെട്ടെന്ന് വാ. നിങ്ങളുടെ സ്വകാര്യതയിലേക്ക് എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നിങ്ങൾ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കേ. എടാ, നീ ആവശ്യമില്ലാത്ത വളച്ചോടിക്കണം. നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നാ മതി കേട്ടാ. പറഞ്ഞേട്ടാ, പോടി നീ വീട്ടില്. ഞാൻ വീട്ടിൽ പോകും. നീ അങ്ങാനും പോയി കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ ഈ കണ്ടു ചാടിച്ചാവും. സത്യമായിട്ടും ചാടും. അങ്ങനൊന്നും ഞാൻ പോകത്തില്ല. സ്നേഹമുണ്ട്. നിന്നെയൊക്കെ വരച്ച വരെ നിർത്താൻ എനിക്ക്. അയ്യോ, സ്നേഹമുള്ളണ്ടല്ല. ഇന്ന് ഞാൻ പോയിട്ട് വീണ്ടും ഇവിടെ വരണമെങ്കിൽ ഞാൻ ഇരട്ടി ഓട്ടോ കാശ് കൊടുക്കണം. ഇതാകുമ്പോ ഒറ്റ അടിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. എടുത്ത് ചാട് മനുഷ്യ, ചാട്. വല്ലാത്ത മനസ്സിനടി നിന്റെ, വല്ലാത്ത മനസ്സ്. കൺട്രാക്കേ. ആ, എന്റെ വിശ്വസ്തനായ എന്റെ ആന്റണി വന്നടി. എന്റെ ആന്റണി. പറമ്പിലേക്ക് വിളിച്ചപ്പോഴേ തോന്നി ഇവിടെ വെള്ളം ഉണ്ടാവൂലെന്ന്. എന്നെ പോലെ അല്ല, ശീലമില്ലല്ലോ. കണ്ടാ, ബുദ്ധിയില്ലെങ്കിലും കാര്യം കൃത്യസമയത്ത് അവൻ പ്രോപ്പർട്ടി കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് കണ്ട. അതാണ് എന്റെ കൂട്ടുകാരൻ ആന്റണി. എന്റെ ആന്റണി പെരുമ്പാവൂര്, എന്റെ ചങ്ക്. ആന്റണി പെരുമ്പാവൂരിന്റെ കഷ്ടത്തിൽ എന്ത് ആയിരിക്കും? അല്ലല്ല, നമുക്ക് കളിക്കാൻ കുത്തിച്ചീട്ടാ. ഞാൻ ചീട്ടുകളി കാരണം പിണങ്ങി വീട്ടിൽ പോകാൻ നിൽക്കുന്ന പെണ്ണ. അതിന്റെ ഇടയിൽ ഈ ചീട്ടും പൊക്കി പിടിച്ചോണ്ട് വന്ന് നീ എന്റെ കുടുംബം കലക്കോ? ഇതൊന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിക്കാനാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിന്റെ നന്നാവത്തില്ല. എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണ്ട. ചേച്ചി പിണങ്ങി നിൽക്കണം. ഇതിപ്പോ ഞാൻ ശരിയാക്കി മാറിക്കാം. ചേച്ചി പോണെങ്കി പൊയ്ക്കോ. പറഞ്ഞോളാ ഞാൻ വിളിച്ചത്. ഞാൻ പറയട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ചേച്ചിക്ക് ഒരു കാര്യം അറിയാമോ? 24 മണിക്കൂറും ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളാണ് ഈ നിൽക്കുന്ന ആള്. ഒരു മയത്തി തള്ളടാ. ഞാൻ പറയട്ടെന്ന്. പണി സൈറ്റിൽ വന്നു കഴിഞ്ഞാ തൂക്കുകട്ട താഴെ വെച്ചിട്ട് ഫോണും പിടിച്ചിരിപ്പാണ്. ആരെ വിളിക്കാനാണ്? ചേച്ചിനെ വിളിക്കാൻ. ചേച്ചി കഴിച്ചോ? കൊച്ചെന്തെടുക്കുന്നു? കൊച്ചെന്തെടുക്കുന്നു? നിങ്ങൾ വേറെ ആരെയോ വിളിക്കുന്നു. ഇങ്ങോട്ട് വന്നേ. ഇയാൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോ എന്നെ വിളിച്ചിട്ട് പറയും, എടി കൗസല്യേ ചോറായോടി. ഈ ഒരൊറ്റ കോള്
മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അയ്യോ, ഞാൻ എപ്പോഴും ചോദിക്കുമ്പോ ഭാര്യയാണ് ഭാര്യയാണല്ലോ പറഞ്ഞോണ്ടിരുന്നത്. വേറെ എന്തെങ്കിലും ഇടപാട് എനിക്ക് പറയാൻ പാടില്ലായിരുന്നോ? ഇതൊക്കെ നിന്റെ അടുത്ത് ഇവിടെ വന്ന് വിളമ്പാൻ ഞാൻ പറഞ്ഞ നീ അത് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്ക്. അതൊക്കെ പിന്നെ പറയാം. ഞാൻ ക്ലിയർ ചെയ്യാം. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. എന്തുവാടാ? ഈ ചേട്ടന് ചേച്ചിയോട് ഇഷ്ടമെന്ന് മാത്രം പറയരുത്. അങ്ങനെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഈ ചേട്ടന്റെ 3 വണ്ടിക്ക് ചേച്ചിയുടെ പേരിടൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ആന്റണി. സിമന്റ് കോരുന്ന അർബാനയ്ക്ക് കൗസല്യ എന്ന് പേരിട്ട് ഇത്ര വലിയ അഭിമാനമൊന്നും ഞാൻ അറിയില്ല. എന്താണ് ഈ വണ്ടിയല്ലേ? എന്തൊരു വണ്ടിയാ മനുഷ്യ? വണ്ടിയല്ലേ ഇത്? അതായത് മാറിക്കാൻ നിങ്ങൾ ഇങ്ങനെ പിണങ്ങല്ലേ. ചേട്ടൻ പോയിട്ട് ചേച്ചിയുടെ തലയെ കൊണ്ട് സത്യം ചെയ്യും. ഇത് മാറിക്കോളുന്നു. അന്ന് വർക്കൗട്ട് ആവുന്ന തോന്നുന്നില്ല. 1-ാം തീയതി ന്യൂ ഇയറിന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്ത ഈ മനുഷ്യൻ എനിക്ക് വേണ്ട. ഇയാളുടെ സത്യം എനിക്ക് വേണ്ട. അത് ന്യൂ ഇയർ അല്ലേ? ഇത് ഡേറ്റ് മാറി. അപ്പൊ കുഴപ്പമില്ല. ഒന്ന് സത്യം ചെയ്യുന്ന തല തൊട്ട്. ആ എന്റെ പൊന്നാണ്, എന്റെ ചക്കര സത്യം. ഞാൻ ഇനി ചീട്ട് കളിക്കൂല. ഇത് സത്യം, സത്യം, സത്യം. കേട്ടോ, അയാളെ സത്യം തുടച്ചു കളഞ്ഞ്. അയാളെ സത്യം തുടച്ചു കളഞ്ഞ്. എടീ, സത്യം തുടച്ചല്ല, നിന്റെ തലയിലെ ഡൈ തുടച്ചു കളഞ്ഞാണെന്ന്. അയ്യോ, നാട്ടുകാർ മൊത്തം പറഞ്ഞു എന്റെ തലയിൽ ഡൈ ആണെന്ന്. ചേച്ചി, നിങ്ങൾ ഡൈ അടിക്കത്തില്ലേ? നിങ്ങൾ അടിക്കത്തില്ലേ? നിങ്ങളെ ഭർത്താക്കന്മാർ ആരെങ്കിലും ഒറ്റ കൊടുക്കോ? ഇങ്ങനെ എന്നെ ഒറ്റ കൊടുത്ത് ഇങ്ങനെ എന്നെ ചേച്ചി കിടന്ന് കരഞ്ഞൊന്ന് പോയി സമാധാനിപ്പിക്കേ. ചക്കരെ കൊടുത്തുവിട്ടരുത് എന്റെ അടുത്ത്. ഈ പിണങ്ങാതാ, ഇങ്ങോട്ട് നോക്ക്. എനിക്ക് കാണണ്ട നിങ്ങളെ. എന്റെ ചേട്ടന്റെ സുന്ദരമായ മുഖം നോക്കടി നീ. യോ, ഇതെന്തോന്ന് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമോ? എന്തുവായത്? അതെ അതെ അതെ. നമ്മൾ എല്ലാ ദിവസവും ഈ ക്ലബ്ബിൽ പോണോണ്ടാണ് ഈ ചീട്ട് കളിക്കുന്നത്. ആദ്യം ഈ ക്ലബ്ബിൽ പോണ പോക്ക് അങ്ങ് നിർത്തണം. ദേ, ക്ലബ്ബിൽ വിളിച്ചിട്ട് പറ, നാളെ മുതൽ നമ്മൾ ചീട്ട് കളിക്കില്ലെന്ന് പറ. വിളിക്ക് ഫോൺ വിളിക്ക്. ആ സുരേഷ് എല്ലാ കൂട്ടുകാരോടും പറയുന്നു വരത്തില്ല. വിളിക്ക്. ലൗഡ് സ്പീക്കർ ഇട്. ചേച്ചി കേട്ടോണേ. ലൗഡ് സ്പീക്കർ ഇട്. സുരേഷേ. ഹലോ, എന്തോടാ? അളിയ, നാളെ തൊട്ട് ഞാൻ ക്ലബിലോട്ട് വരുന്നില്ല. ഇനി ചീട്ടുകളി എന്നും പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഞാൻ ചീട്ടുകളി നിർത്തി. ഭാര്യ അടുത്തുണ്ടോടാ? ഉണ്ട്. ഞാനും ചീട്ടുകളി നിർത്തി. ഭാര്യ എഴുന്നേറ്റ്. നാളെ സംസാരിക്കാം. ശരിയല്ലേ? ഒരു വഴിയാ. സിനിമ കാണാറുണ്ടോ? ഈ പച്ചപാരാത്രിക്ക അതല്ലെന്ന്. ഈ ചിത്രം സിനിമയില് മോഹൻലാലും രഞ്ജിനും തമ്മിൽ ഭയങ്കര ഉടക്കാണ്. രഞ്ജിനി പിണങ്ങി പോണ സമയത്താണ് മോഹൻലാല് സ്വാമിനാഥ പരിപാലയാ സുമാ, സ്വാമിനാഥ പരിപാലയാ സുമാ കാര്യം പറ. ഇത് പാടിയപ്പോ രഞ്ജിനി തിരിച്ചു വന്ന്. അതുപോലെ 6-ാം തമ്പുരാൻ സിനിമയില് മഞ്ജു വാര്യർ മോഹൻലാലും തമ്മിൽ ഭയങ്കര ഉടക്കാണ്. മഞ്ജു വാര്യർ എന്തോ പറഞ്ഞ് പിണങ്ങി പോണ സമയത്ത് മോഹൻലാൽ ഒരു പാട്ട് പാടി, ഹരിമുരളീരവം. ആന്റണി, ഓ ഒന്നൂടെ പാട്. ഹരിമുരളീരവം. കാര്യം പറ. ഇത് പാടിയപ്പോ മഞ്ജു വാര്യർ തിരിച്ചു വന്നു. ഇതേപോലെ ചേച്ചി പോകുമ്പോ നിങ്ങളൊരു പാട്ട് പാടിയാൽ മതി. ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്ന്. ഇതേ വർക്കൗട്ട് ആവുന്നു. നിങ്ങളൊരു പാട്ട് പാട് ശരിയാവുമെന്ന്. ചേച്ചി പോണേ 1 2 സ്റ്റെപ്പ് വെച്ച് പാട്. പടകാളി തണ്ടി ചങ്കരി പോക്കരി മാക്കരി ഭഗവതിയെ അലിവോടി നിത്തിരി കനിയണമേ. നല്ല സെലക്ഷൻ. ഒരു ഭാര്യ പിണങ്ങി പോകുമ്പോ പാടാൻ പറ്റിയ പാട്ട്. ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിട്ടാണ് പാടാൻ പറഞ്ഞത്. ഇത് യുദ്ധം തുടങ്ങണ പാട്ടാണല്ലോ പാടിയത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇയാൾ നന്നാവത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചേച്ചി പാട് നോക്കി പോയി. ചേച്ചി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇയാൾക്ക് പണി സൈറ്റിൽ 4 കാമുകിമാരുണ്ട്. തന്നെ എന്തിനു കൊള്ളാടോ? എടാ, നിന്നെ കോംപ്രമൈസ് ചെയ്യാനുള്ള വിളിച്ചു വരുത്തിയത്. എന്നിട്ടിപ്പോ 2-നെ 2 വഴിക്കാക്കി. എടാ, നീ നാളത്തോട്ട് പണിയും ചോദിച്ചു ഇങ്ങോട്ട് വരരുത്. പോടാ പോ. ആന്റണി പെരുമ്പാവൂര്. എന്റെ ബക്കറ്റ്. നിന്റെ ബക്കറ്റ് എടുത്തോട്ട് പോടാ. എങ്ങോട്ടാ പോണത്? വരണ വഴിക്ക് പോണത് വേറൊരു വഴിക്ക്. എങ്ങനെ അവൾ എനിക്ക് തിരിച്ച് വിളിച്ചേ പറ്റൂ. അവളില്ലാതെ പറ്റൂല. സുഭാഷേ. എന്തോടാ? അളിയാ, ചീട്ടുകളി വീട്ടിൽ വിഷയമായി. അവള് പിണങ്ങി അങ്ങ് പോയി. അയ്യോ, അവള് വണ്ടി കയറിയാ നീ നോക്കണം. അളിയ, ചോര കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തല ഇറങ്ങും. അവളെ നെഞ്ചത്തോടെ വണ്ടി കയറിയാ നോക്കാനല്ല പറഞ്ഞത്. അവള് ബസ് കയറി വീട്ടിൽ പോയാൽ നീ നോക്കണം. എന്നിട്ട് അവളെ വിളിച്ചിട്ട് നീ പറയണം അവളെ ഭർത്താവ് കിണറ്റി ചാടിയെന്ന്. നീ ചാടിയാ കിണറ്റി? ചാടിയില്ല. അങ്ങനെ പറയുമ്പോഴെങ്കിലും അവള് തിരിച്ചു വരുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഓ, ഞാൻ പറയാളിയാ. പറഞ്ഞോളാം. എടി, നിന്നെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കറിയാം. വയറു ഇറങ്ങി ചുമ്മാരുത് തിന്നോണ്ട് തന്നെ. മര്യാദക്ക് പണിക്കെങ്ങാനും പോയിരുന്നെങ്കിൽ ഇന്ന് 6 പാക്കാണ്. 6 പാക്ക്. അയ്യോ, അണ്ണ പോയേ. അയ്യോ അയ്യോ അയ്യോ. വേഗത്തിൽ വന്നേറും നേരത്തിൽ പൊന്നെ വാടി. അയ്യോ, നല്ലെണ്ണം പോയേ. നല്ലെണ്ണയോ? അയ്യോ, എന്റെ എണ്ണം പോയേ. അണ്ണാ. അയ്യോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ ഈ കിണറ്റി ചാടുമെന്ന് ഞാൻ കരുതിയോ? കൺട്രാക്ക് പോയടാ. ചേച്ചിയല്ലേ പോവാൻ വേണ്ടി വന്നിട്ട് കൺട്രാക്ക് പോയാ? വെളിവില്ലാതെ നിന്റെ കൺട്രാക്ക് കിണറ്റിലെടുത്ത് ചാടിയെന്നാ പറയുന്നത്.
അയ്യോ എന്റെ കൺട്രാക്ട് പോയേ. ഞാൻ ഒറ്റൊരുത്തർ ഇവിടെ വന്നത് കൊണ്ടാണ് കൺട്രാക്ട് പോയത്. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ. അയ്യോ നീ കാരണം അല്ലടാ, അങ്ങനെ ഞാൻ വെറുതെ സംശയിച്ചില്ലേ, അതുകൊണ്ടാ അയാൾ ചാടിയത്. അതൊന്നുമല്ല, ഞാൻ കാറാണ് ചേച്ചി. അയ്യോ എടാ, ആരേലും ഒന്ന് വിളിക്കടാ പെട്ടെന്ന്. എനിക്ക് എന്റെ കൈ തളരണ്ട്, കാല് തളരണ്ട്. ഞാൻ കുറച്ചിരുന്നോട്ടെ. അയ്യോ അവസാനമായിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നിട്ട് അതൊന്ന് ഉപയോഗിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. ഈ കിണറി ചാടുന്നതിന് പകരം ഞാൻ കൊണ്ടുവന്ന ആ ബക്കറ്റ് ചാടാൻ പാടില്ലായിരുന്നോ? എടാ നീ ഇതെന്തുവാടാ ഈ കാണിക്കുന്നേ? എന്റെ ചേട്ടൻ മുന്നിരുന്ന് പറയുന്നു ചീട്ട് നിരത്തണത്. കളി കളി. എടാ ഭ്രാന്ത്, അവിടെ ഇരുന്ന് കളിക്കാതെ ഈ കിടക്കുന്ന ആളെ രക്ഷിക്കണം. ഇങ്ങോട്ട് വാടാ ഒന്ന്. എനിക്കറിയാമോ. അയ്യോ എന്റെ ദൈവമേ, എടാ കർമ്മം ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ലടാ, ഒരു കുഞ്ഞില്ലല്ലോടാ ഞങ്ങൾക്ക്. അയ്യോ ഇനി ഞാൻ ആ സത്യം മറച്ചു വെക്കുന്നില്ല. എന്തോടാ? ഇത്രയും നാളും മനസ്സിന്റെ ഉള്ളിൽ മൂടി വെച്ച് നടക്കാറ് ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സാക്ഷിക്കും സൂക്ഷിപ്പുകാരൻ. എന്തുവാടാ? ഞങ്ങളുടെ പണിസൈറ്റിലെ രമണിയുടെ മൂത്ത കൊച്ചു ഉണ്ണിക്കുട്ടൻ ചേട്ടന്റെയാ. ഞങ്ങളുടെ പണിസൈറ്റിലെ രമണിയുടെ മൂത്ത കൊച്ചു ഉണ്ണിക്കുട്ടൻ ചേട്ടന്റെയാ. ആന്റണി, ഒരു 2 ലോഡ് മണല് കിട്ടുവാടാ. എന്തിനാ? ഈ കിണറ്റിനകത്തിട്ട് അങ്ങനെ മൂടാനാടാ. എനിക്കിനി ജീവിക്കണ്ട. അയ്യോ. എനിക്ക് ജീവിക്കണ്ട. എനിക്ക് ഇയാളെ അറിയത്ത പോലും ഇല്ലെന്ന് പറഞ്ഞേരം ഞാൻ പോയി. എനിക്ക് നാട്ടുകാരോട് വരെ പൊട്ടക്കിണർ മൂടാൻ വേണ്ടി പോണേ. അയ്യോ അയ്യോ ചേച്ചി മൂടല്ലേ ചേച്ചി, ബാബൻ ചേട്ടനാണേ. അയ്യോ എന്റെ കൺട്രാക്കിനെ മൂടാ പോണേ. ആന്റണി പെരുമ്പാവൂരെ ഒരുപാട് നന്ദിയുണ്ട്. കൺട്രാക്കിന്റെ പ്രേതം, കൺട്രാക്കിന്റെ പ്രേതം. ഞാൻ തന്നെ നിങ്ങൾ മരിച്ചില്ലായിരുന്നാ? മരിച്ചില്ലായിരുന്നു, പക്ഷെ നീ എന്നെ കൊന്നു. നീ എന്നെ കൊന്നു. എന്താ കാണിക്കാൻ വേണ്ടി പോണത്? അവളെ കയ്യിൽ നിന്ന് നരകതുല്യമായി മരിക്കുന്നതിനെക്കാട്ടി നല്ലത് കിണറ്റ് ചാടിച്ചാവുന്നു. അയ്യോ ചേച്ചി, വാ. എന്തുവാ? കൺട്രാക്ടർ മരിച്ചിട്ടില്ലായിരുന്നു, ഇവിടെ വന്നിട്ട് ഇപ്പത്തെ കിണറ്റിക്കെടുത്ത് ചാടി. അങ്ങാരി പഠിച്ചിട്ടില്ലല്ലേ? ഇല്ല. അങ്ങാരി വെള്ളം കുടിച്ച് ചാവാ ഞാൻ സമ്മതിക്കത്തില്ലടാ. ഞാൻ അങ്ങാരി വെട്ടി ഞാൻ എന്റെ ദൈവമേ, ഇനി 2 കോടി കിണറ്റിനകത്ത് പോയിട്ട് എന്താണോ പരിപാടി? അതെ അണ്ണാ, അണ്ണാ ദേ നിങ്ങൾ തല്ലി പിടിക്കല്ലേ. അണ്ണാ ചേച്ചിക്ക് അനക്കൂലല്ല. തലയടിച്ച് ബോധം പോയതായിരിക്കും. നീ ഒരു കാര്യം ചെയ്, അവള് ഉണരുന്നതിന് മുമ്പേ ഒരു കുത്ത് ചീട്ടങ്ങോട്ടിട്. കിണറ്റിലാണെങ്കിലും നിങ്ങൾ ചീട്ട് കളിക്കാതിരിക്കൂലല്ലേ? ശീലമായി പോയടേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.